രാപ്പാൽ ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പ്രതിഷ്ഠ തന്നെയാണ്. ഒരു മഹാവിഷ്ണു ക്ഷേത്രം എന്നുള്ള രീതിയിലല്ല ഇവിടെ നമ്മൾ ആചരിക്കുന്നതും സങ്കല്പിക്കുന്നതും. ഇവിടെ രണ്ട് കൈകളിലും വെണ്ണ ഏന്തിയിട്ടുള്ള ഒരു ബാലസ്വരൂപനായിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണനെ തന്നെയാണ് ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ബാലരൂപനായതുകൊണ്ട് തന്നെ ഇവിടെ വെണ്ണയ്ക്കും പാലിനും പ്രത്യേകമായിട്ടൊരു പ്രാധാന്യമുണ്ട്. കദളിപ്പഴം എല്ലാ ദേവന്മാർക്കും പ്രധാനമാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് വെണ്ണയും പാലും ഒരു വിശേഷമായിട്ടുള്ള ഇതാണ്. അത് പാല് ഇവിടെ നട തുറന്നിരിക്കുന്ന സമയത്ത് എപ്പോഴായാലും അത്താഴപൂജ കഴിഞ്ഞിട്ടായാലും ശരി ആ പാല് കൊണ്ടുവന്നാൽ നേദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് അത്രയും നിർബന്ധമാണ്. അതൊക്കെ ഒരു വിശേഷമാണ്, മറ്റുള്ള എല്ലാക്കിലും കാണുന്ന കാര്യമല്ല. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് ദധ്യന്നം എന്ന് പറയും. എല്ലാ വർഷവും ധനുമാസത്തിൽ 1-ാം തീയതി മുതൽ ഒരു മാസമാണ് ഇത് നടത്തുക. അത് അതിരാവിലെ 6 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഉദയത്തിന് മുമ്പായിട്ട് നിവേദിക്കേണ്ട ഒരു നിവേദ്യമാണ്. ആ നിവേദ്യത്തിൽ തൈര്, ഉപ്പുമാങ്ങ, കുരുമുളക്, ഉപ്പ്, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് ഉണക്കലരിയിൽ വേവിച്ചിട്ട് ചേർത്ത് നിവേദിക്കുന്നതാണ്. ഈ വഴിപാട് വളരെ വിശേഷമായിട്ടുള്ള ഒരു വഴിപാടാണ്. അത് പ്രത്യേകമായിട്ടും സന്താന സൗഭാഗ്യത്തിനാണ് ഈ വഴിപാട് നടത്തുന്നത്. പിന്നെ കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയ്ക്കും ഈ വഴിപാട് നടത്താറുണ്ട്. അത് ദൂരദേശത്തു നിന്ന് പോലും ആൾക്കാർ വന്ന് നടത്താറുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാർ വന്ന് നടത്താറുണ്ട്. അതിനുള്ള അനുഭവസിദ്ധി ഉണ്ടായിട്ടുമുണ്ട്. മറ്റുള്ള അമ്പലത്തിലെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാലഭാവമായതുകൊണ്ട് തന്നെ പട്ടുകോണവും ഓടക്കോളിലും സമർപ്പിക്കുന്ന ഒരു വിശേഷമായിട്ടുള്ളൊരു വഴിപാടാണ്. അതും വളരെ ഫലവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ.